പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. എന്റെ ദേവി കാത്തുകൊള്ളണേ. ഇതിപ്പോ 2 വർഷമായിട്ടുള്ളൂ. ഇനി കിടക്കുവോ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 1 വർഷം കൂടി. രണ്ടാമത്തെ കോളേജിലേക്കാണ് ഇനി പോകുന്നത്. ഇനി അച്ഛന് ട്രാൻസ്ഫർ നൽകി എന്നെ പരീക്ഷിക്കരുതേ മഹാമായി. ഇന്നെന്റെ പുതിയ കോളേജിലെ ആദ്യ ദിനമാണ്. ഇന്ന് ഫ്രഷേഴ്സ് ജോയിൻ ചെയ്യുന്ന ദിവസം കൂടിയാണ്. ഞാനും ഒരു ഫ്രഷറാണെന്ന് കരുതി എന്നെ ശല്യം ചെയ്യാൻ ആർക്കും തോന്നല്ലേ. ഒരു പാവം കുട്ടിയാണെന്ന് കരുതിക്കൊണ്ട് എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ആത്മിക, രേവതി. തിരുമേനി രസീതിലെ പേരുന്നാളും ചൊല്ലി ഉച്ചത്തിൽ വിളിക്കുന്ന കേട്ട് കണ്ണടിച്ചു പ്രാർത്ഥിച്ചു നിന്നവൾ തന്റെ അർച്ചന പ്രസാദം വാങ്ങാനായി ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഓടി. ഇന്ന് സ്കൂളിലും കോളേജിലും ഒക്കെ ക്ലാസ് തുടങ്ങുന്ന ദിവസമായോണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട് അമ്പലത്തിൽ. എന്റെ ദൈവമേ, ശ്വാസം പോലും എടുക്കാൻ പറ്റണില്ല. ദാ തിരക്ക്. വെറുപെറുത്തുകൊണ്ടവൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നൂണ്ടു കയറി അർച്ചനയുടെ പ്രസാദം വാങ്ങി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിറങ്ങി. ഇലച്ചീന്തിൽ നിന്നും പ്രസാദ് ധൃതിയിൽ നടന്നുകൊണ്ട് തൊടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആരോ ഒരാളുമായി ശക്തിയിൽ ഇടിച്ചു. എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കും മുന്നേ അയാൾ എന്നെ അയാളുടെ ശരീരത്തിൽ നിന്നും തള്ളി മാറ്റി എണീറ്റു. ഒന്നും മനസ്സിലാവാതെ ഞാനും പതിയെ പൊടിയും തട്ടി എണീറ്റു. ശി, എവിടെ നോക്കി അടിനീക്ക നടക്കുന്നത്? നിന്റെ മുഖത്ത് രണ്ടു ഉണ്ട കണ്ണല്ലേ ഉള്ളത്? എന്റെ ഷർട്ട് മുഴുവൻ. ഇയാളിത് എന്ത് തേങ്ങയാ പറയുന്നത് എന്നറിയാനായി 5 അടിയില്ലാത്ത ഞാന് ആ 6 അടിക്കടുത്ത് പൊക്കമുള്ള സാധനത്തിനെ കഷ്ടപ്പെട്ട് ഏന്തി വലിച്ചൊന്നു നോക്കി. ആരേ വാ, അതാ ഒരു ചുള്ളൻ ചക്കൻ രൗദ്രഭാവത്തിൽ നിൽക്കുന്നു. എന്റെ അർച്ചനയുടെ പ്രസാദത്തിൽ ഉണ്ടായിരുന്ന ചന്ദനവും സിന്ദൂരവും എല്ലാം ഇലയിലേക്കാൾ അയാളുടെ വെളുത്ത ഷർട്ടിലുണ്ട്. അതായത് ഞാൻ അയാളെ ഇടിച്ചപ്പോ എന്റെ കയ്യിലെ പ്രസാദം അയാളുടെ നല്ല അലക്കി തേച്ച് സുന്ദര കുട്ടപ്പനാക്കിയ വെളുത്ത ഷർട്ടിൽ എവിടെ നിന്നാലും കാണുന്ന വിധത്തിൽ പറ്റിയിട്ടുണ്ട്. ഹൈ, കൊള്ളാലോ, ഹോളി ആഘോഷ പോലുണ്ട്. അവൾ മനസ്സിൽ ചിന്തിച്ചു. അവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അന്ന് ആളുകളൊക്കെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ ചുറ്റും നോക്കി. ആഹാ, എനിക്ക് അടികൊള്ളുന്നത് കാണാൻ നോക്കി നിൽക്കുവോ അല്ലേ? ഈശ്വര, എസ്കേപ്പ്, അല്ലെങ്കിൽ കാലനെന്നെ ശരിയാക്കും. അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി. തീക്ഷ്ണമായ നോട്ടം തിരിച്ചു കിട്ടി. ഇതെന്റെ കാലനാണോ ദേവി? അവൾക്ക് മനസ്സിൽ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ധ്രുവി, എന്താണ് സംഭവിച്ചേ? അപ്പോഴേക്കും എവിടെ നിന്നോ ഏകദേശം അയാളുടെ പ്രായം തന്നെ വരുന്ന ഒരു യുവാവ് അവിടേക്ക് പാഞ്ഞെത്തി അയാളോട് ചോദിച്ചു. ഇവൾ എന്റെ ഡ്രസ്സ് കാണിച്ചേക്കുന്ന കണ്ടില്ലേ നീ? എവിടെയോ നോക്കി നടന്ന് കുങ്കുമല്ല എന്റെ ഷർട്ടിലാക്കിയിട്ടുണ്ട്. ശരി, എനിക്ക് ജോലിക്ക് കയറേണ്ടതാ. ഞാൻ ലേറ്റ് ആകുമല്ലോ. പറയുന്ന കൂട്ടത്തിൽ എന്നെ നോക്കി കടപ്പലിഞ്ഞിരിക്കുന്നുമുണ്ട്. ദേവിയെ, ഇയാളുടെ അടുത്തു നിന്നും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിത്താ. ഞാൻ ചുറ്റും ഒന്ന് നോക്കി എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോന്ന്. എവിടെ? അമ്പലത്തിൽ വന്നവരല്ല ദേവിയെപ്പോലും മറന്നു. ഇവിടെ ഇനി എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷയില് എന്നെയും അയാളെയും മാറി മാറി നോക്കി നിൽപ്പുണ്ട്. ധ്രുവി, വാ, സമയം കളയാതെ. മതി, ആൾക്കാർ ശ്രദ്ധിക്കുന്നു, ഇഷ്യൂ ആക്കണ്ട. പ്രസാദം വാങ്ങി പോകും. അയാളുടെ കൂടെ ഉണ്ടായിരുന്നയാൾ അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. സോറി പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അയാളുടെ ജാടയും ദേഷ്യവും കണ്ടിട്ടെന്ന പോലെ ഞാൻ അതിൽ നിന്നും പിന്മാറി. വെറുതെ എന്തിനാ അയാളുടെ കൈക്ക് പണിയുണ്ടാക്കുന്നത്? എന്നെ ഒന്നുകൂടി നോക്കി അയാൾ ശ്രീകോവിലിന്റെ അടുത്തേക്ക് പ്രസാദം വാങ്ങാനായി പോയി. കൂടി നിന്ന ആളുകളെ ഒന്ന് നോക്കി ഞാനും എന്റെ സ്കൂട്ടിയുടെ അടുത്തേക്ക് നടന്നു. എന്റെ ദേവി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി തരണേന്ന് പ്രാർത്ഥിച്ചപ്പോ തന്നെ എനിക്ക് നല്ല കനത്തിൽ തന്നെ നീ തന്നല്ലേ. എന്റെ ഈ കോളേജിലെ ആദ്യ ദിനാരംഭം അത് ആ മത്തങ്ങാമോറിന്റെ വഴക്കം കേട്ടിട്ടാണല്ലോ. എന്റെ ഈ വർഷം തന്നെ പോയെന്ന് തോന്നുന്നു. എനിക്ക് ഈ വർഷം എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി അയാൾ മാത്രമാണ്. അല്ല, ഞാനിപ്പോ എന്തിനാ അയാളെ കുറ്റം പറയുന്നേ? അയാളുടെ സ്ഥാനത്ത് ആരായാലും ഇതിൽ കൂടുതൽ ചെയ്യും. ദേവി, ആ മുതലിനെ ഇനിയും കാണാൻ ഒരവസരം ഉണ്ടാക്കിക്കൊള്ളു. തന്നേക്കരുത്. തന്റെ സ്കൂട്ടി പോർച്ചിലായി പാർക്ക് ചെയ്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറിയപ്പോ തന്നെ അവിടെ പത്രവും വായിച്ചിരിപ്പുണ്ട് കാരണവർ. ഹലോ മിസ്റ്റർ വിശ്വനാഥൻ, അടുത്ത ട്രാൻസ്ഫർ ഉടനെയുണ്ടോ? ആത്തു, കുരുത്തം കെട്ടവളെ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പേര് വിളിക്കരുതെന്ന്. കയ്യിലിരുന്ന ചായ വിശ്വനാഥന്റെ കയ്യിലേക്ക് കൊടുത്ത് അവളുടെ നേരെയൊന്ന് കൈനോങ്ങി. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി സീത. അങ്ങനെ നിന്നെ അടിക്കാൻ കിട്ടില്ല. അവളുടെ കൈവാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അകത്തേക്ക് ഓടുന്നവളെ നോക്കി പുഞ്ചിരി തൂക്കി നിന്നു ഇരുവരും. അമ്പലത്തിൽ ഇട്ടുകൊണ്ടുപോയി ധാവണി മാറ്റി പകരം ഒരു ചുരിദാർ എടുത്തിട്ടാകും. ഇന്ന് പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു നോട്ട്ബുക്ക് മാത്രം ബാഗിലാക്കി
ബാഗും എടുത്ത് റൂം വിട്ടിറങ്ങി. ഭക്ഷണം കഴിക്കാൻ അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളിലെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അച്ഛന്റെ നിർബന്ധമാണ് എല്ലാവരും ഉള്ളപ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണ് TV ഒന്നും കാണരുത് എന്നൊക്കെ. അച്ഛന്റെ ട്രാൻസ്ഫർ പ്രമാണിച്ച് ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയതാണ്. വാടക വീടാണ്. ഒരാഴ്ച മുന്നേ വീടെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മയും അമ്മയുടെ തറവാട്ട് വീട്ടിലായിരുന്നു. വീടൊക്കെ പെട്ടെന്ന് കണ്ട് എല്ലാം സെറ്റാക്കിയത് അച്ഛൻ മാത്രമാണ്. കൂടെ കൂടെ വീട് മാറുന്നതിന് ഞങ്ങൾക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അച്ഛൻ വില്ലേജ് ഓഫീസിലാണ്. ജോലിയിൽ സത്യസന്ധത പാലിക്കൽ കൂടുതലായതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും തട്ടിയതാണ് ഇങ്ങോട്ടേക്ക്. രണ്ടാളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ഒരു ചെയർ നീക്കിയിട്ട് അതിലായി ഇരുന്നു. അതെ മിസ്റ്റർ വിശ്വനാഥൻ, സത്യസന്ധത 1-2 വർഷത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചേക്ക്. എനിക്ക് ഡിഗ്രി ഒന്ന് പൂർത്തിയാക്കാനാ. ആ സത്യ അച്ഛനെ പേര് വിളിക്കുന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭർത്താവിനെ പറഞ്ഞാല് സീതയ്ക്ക് നോക്കൂ. എന്റെ നേരെ കയ്യോങ്ങിയതാണ്. ഞാൻ ആ കോളേജിലൊന്ന് സെറ്റായി വന്നതാ. അപ്പോഴേക്കും ദാ കിടക്കുന്നു. എന്നാൽ എന്നെ ഹോസ്റ്റലിൽ നിർത്താൻ സമ്മതിക്കുവോ? അതുമില്ല. അടി കിട്ടിയ കൈകൊണ്ട് തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. കഴിച്ചിട്ട് പോകാൻ നോക്ക് കാന്താരി, സമയം പോകുന്നു. അച്ഛൻ പറഞ്ഞപ്പോഴാണ് ആ ബോധം വന്നത്. ഒന്നാമത് എന്റെ ദിവസം ശരിയല്ല. ഇനി ലേറ്റായിട്ട് ചെന്നിട്ട് പുതിയ പണി വാങ്ങി കൂട്ടണ്ട. മനസ്സിലോർത്തുകൊണ്ട് ഭക്ഷണം വിഴുങ്ങി വിട്ടവൾ. അച്ഛനും അതും 2 വണ്ടികളിലായി 2 വഴിക്ക് യാത്ര തിരിച്ചപ്പോ അമ്മ ഞങ്ങളെ കണ്ണുകൾ കൊണ്ട് യാത്രയാക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ വന്നതുകൊണ്ട് തന്നെ കോളേജ് അറിയായിരുന്നു. വഴി അച്ഛൻ വന്നപ്പോ കാട്ടിത്തന്നതുകൊണ്ടും ടൗണിലായിരുന്നതുകൊണ്ടും വലിയ കൺഫ്യൂഷനൊന്നുമില്ല. 15 മിനിറ്റോളം എടുത്തു. ഒടുവിലവൾ കോളേജിന്റെ ഫ്രണ്ടിലെത്തി. ടെൻഷൻ കൊണ്ടാണ് തോന്നുന്നു നെഞ്ചൊക്കെ പടപടാൻ പിടിക്കുന്നുണ്ട്. സീനിയർ ശല്യം ചെയ്യുമോന്നോർത്ത് വല്ലാത്ത ഭയമാണ്. മുന്നത്തെ കോളേജിൽ ഇങ്ങനെയുള്ള ശല്യങ്ങളില്ലായിരുന്നു. സീനിയർ ജൂനിയേഴ്സ് ഫൈറ്റും സമരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറന്നു നടന്ന കോളേജിൽ നിന്നാണ് ഇവിടേക്ക് എത്തിയത്. ഇനി എന്താവോ അവസ്ഥ? ഒന്നുകൂടി കോളേജിന്റെ കവാടത്തിലായി ആലേഖനം ചെയ്തു വെച്ചിരുന്നു ആ പേരൊന്നു വായിച്ചവൾ. സെന്റ് ആന്റണീസ് കോളേജ്. മുന്നിൽ തന്നെ നവാഗതർക്ക് സ്വാഗതം എന്നുള്ള ബാനർ വെച്ച് കെട്ടിയിട്ടുണ്ട്. ക്യാമ്പസിലേക്ക് കണ്ണുകൾ കൊണ്ട് ഒന്ന് ഓട്ടപ്രദക്ഷിണം വെച്ച് സ്കൂട്ടി പാർക്ക് ചെയ്യാൻ റോഡിലേക്ക് പോയി അവൾ. കോളേജ് കണ്ടിട്ടുണ്ടെങ്കിലും ക്ലാസ് എവിടെയെന്നതിൽ ധാരണ ഉണ്ടായിരുന്നില്ല അവൾക്ക്. ചോദിക്കാനാണെങ്കിൽ ഭയവും. ഫ്രഷർ ആണെന്ന് കരുതി പണി കിട്ടിയാലോ? അതെ, ഈ സെക്കൻഡ് ഇയർ ബികോം ക്ലാസ് എവിടാ? വേറെ നിവൃത്തിയില്ലാതെ അവിടെ കണ്ട പാവം എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചു. അവർ ക്ലാസ് പറഞ്ഞു തന്നത് പ്രകാരം മടിച്ചിട്ടാണെങ്കിലും പതിയെ അങ്ങോട്ട് നടന്നു. എല്ലാവരും അവിടെ തന്നെ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളായതുകൊണ്ട് അവരുടെ ക്ലാസ്സിലേക്ക് കയറി ചെന്ന എന്നെ ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കുന്നുണ്ട്. അതുകൂടിയായപ്പോൾ ആകെ ചടപ്പ് തോന്നി. അവിടെ എല്ലാവർക്കും ഫ്രണ്ട്സും ഗ്യാങ്ങും ഒക്കെ ആയെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും എന്റെ പഴയ കോളേജ് മിസ് ചെയ്തു തുടങ്ങി. ആർക്കും ശല്യമാകാതെ ആരുമില്ലെന്ന് തോന്നിയ അവസാനത്തെ ബെഞ്ചിലെ ഒഴിഞ്ഞൊരിടത്തായി അവളിരുന്നു. അവളവിടെ വല്ലാതെ വീർപ്പ് മുട്ടുന്നു തോന്നിയത് കൊണ്ട് 2 പെൺകുട്ടികൾ അവളുടെ അടുത്തേക്ക് വന്നു. അവളെ നടുക്കിരുത്തി ഇരുവരും അവളുടെ അരികത്തായിരുന്നു. ഹായ്, ഞാൻ അക്ഷയ. ഇത് ഗാഥ. തന്റെ പേരെന്താ? ഇടതുവശം ചേർന്നിരുന്നവൾ അവളോട് ചോദിച്ചു. ആത്മിക വിശ്വനാഥ്. മനസ്സിൽ നിറഞ്ഞ സമാധാനത്തോടെ അവരോട് പറഞ്ഞു. എന്താ ലേറ്റ് ആയത്? കഴിഞ്ഞ വർഷം എവിടായിരുന്നു? അവരിൽ നിന്നും നല്ല സൗഹൃദ സംഭാഷണങ്ങൾ ഏറി വന്നപ്പോൾ ആദവും ഒന്ന് ഓക്കെയായി തുടങ്ങി. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. അച്ഛൻ ട്രാൻസ്ഫറായി ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. ഇവിടെ സീനിയേഴ്സിന്റെ ശല്യം ഉണ്ടോടാ? മടിച്ചിട്ടാണെങ്കിലും അവൾ മറ്റു 2 പേരോടുമായി ചോദിച്ചു. കഴിഞ്ഞ വർഷം അങ്ങനെയൊന്നും ഇല്ലായിരുന്നടാ. എങ്കിലും വെൽക്കം പാർട്ടി പോലെ ഉണ്ടായിരുന്നു. ആരെയും ഹർട്ട് ചെയ്യാതെ കുഞ്ഞു ടാസ്ക് ഒക്കെ കൊടുത്ത് വളരെ ഫണ്ണിയായിട്ടായിരുന്നു. ഒരു ഫ്രണ്ട്ലി വെൽക്കം പാർട്ടി. ഇപ്പോഴും അതുപോലെക്കേ ഉള്ളൂ. ഗാഥ അവർക്കുള്ള മറുപടി പറഞ്ഞപ്പോ അക്ഷയ അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. അല്ല, ഉണ്ടായാൽ തന്നെ തനിക്ക് പ്രശ്നമില്ലല്ലോ. താൻ സെക്കൻഡ് ഇയറിലല്ലേ ജോയിൻ ചെയ്തേക്കുന്നത്? അക്ഷയ തന്റെ സംശയം ചോദിച്ചു. അതെന്താന്നറിയില്ലടാ, എനിക്ക് കുറച്ച് ടെൻഷൻ, അതുകൊണ്ട് ചോദിച്ചതാ. ന്യൂക്കമറാണെന്ന് കരുതി പണി വലുതും കിട്ടുമെന്ന് അക്ഷയ ചോദിക്കുന്ന കേട്ടിട്ട് ആദു തെല്ല് ജാളിതയോടെ പറഞ്ഞു. അത് കേട്ട് ഇരുവരും ചിരിച്ചു. ഗാഥയും അക്ഷയും സ്കൂൾ കാലഘട്ടം മുതൽ കൂട്ടുകാരാണ്. അടുത്തടുത്ത് തന്നെയാണ് ഇരുവരുടെയും വീട്. അക്ഷയുടെ അച്ഛൻ പ്രവാസിയാണ്, അമ്മ വീട്ടമ്മ. ചേച്ചി ഇപ്പൊ BEdന് പഠിക്കുന്നു. ഗാഥയുടെ അച്ഛൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കാണ്.
അമ്മ ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഏട്ടനുണ്ട്, ഗൗതം. അവൻ ഹൈദരാബാദിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോ തന്നെ അപരിചിതത്വം അവളിൽ നിന്ന് അകന്നുപോയി. ആദ്യം കുറച്ച് ജാടയൊക്കെ കാണിച്ചെങ്കിലും ഫ്രണ്ട് ബെഞ്ചിലെ കുറച്ച് കുട്ടികൾ ഒഴികെയുള്ളവർ അവളോട് പരിചയപ്പെടാൻ പിന്നീട് വന്നു. ക്ലാസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട പോലെ ക്ലാസ് നിശബ്ദമായി. ആൺകുട്ടികൾ വരാന്തയുടെ സൈഡിലായി ഇരുന്നത്. വിശ്വാമിത്രനാണടാ ക്ലാസ് ചാർജ്. കൂട്ടത്തിലൊരുത്തം വിളിച്ചു പറയുന്നത് കേട്ട് ക്ലാസ് പിൻ ഡ്രോപ്പ് സൈലൻസിലായി. അയ്യോ അമ്മേ, അക്കു സംസാരിക്കല്ലടി. ഇനി കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ ഡീസന്റ് ആണ്. ഇത്ര നേരം അലമ്പുണ്ടാക്കിയോ നിശബ്ദരായത് കണ്ടിട്ട് അതാരാണ് വരുന്നതെന്നറിയാൻ അവളൊന്ന് എത്തി നോക്കി. എന്നാൽ ആ ശ്രമം വിഫലമായി. അപ്പോഴേക്കും ക്ലാസ് ആരംഭിക്കാനുള്ള ബെൽ മുഴങ്ങി. കുട്ടികളെല്ലാം എഴുന്നേറ്റത് കാരണം അവൾക്ക് മുന്നിൽ നിൽക്കുന്നയാളെ കാണാൻ കഴിഞ്ഞില്ല. മുന്നിലുള്ള കുട്ടികൾ ഇരുന്ന ശേഷം തന്റെ മുമ്പിൽ നിൽക്കുന്നവനെ കാണുന്നു. ശ്വാസം പോലും വിടാൻ കഴിയാതെ ആദോ നിന്നുപോയി. അമ്പലത്തിൽ വെച്ച് കണ്ട എന്റെ കാലിനല്ലേ ദൈവമേ അത്. എന്റെ ദേവി, ഇങ്ങനെ പണി തന്നു എന്നെ പരീക്ഷിക്കല്ലേ. ഇയാളെ കാണാൻ അവസരം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ പോന്നിട്ട് കുറച്ച് നേരെയായുള്ളൂ. പണി തരുമ്പോ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരാലോ. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പോലും കഴിയുന്നില്ല. എന്നെ അയാൾ കാണല്ലേ ദേവി. പ്രാർത്ഥിച്ചുകൊണ്ടവൾ മുന്നേയല്ല കുട്ടികളുടെ മറവിലായി ഒന്ന് പതുങ്ങിയിരുന്നു. ഹായ് ഓൾ. അപ്പൊ എല്ലാവർക്കും എന്നെ നന്നായി അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തെയും നിങ്ങളുടെ ഇൻചാർജ് എനിക്ക് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ വർഷമേ എല്ലാരെയും പരിചയപ്പെട്ടതുകൊണ്ട് പരിചയം പുതുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അവൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. സാർ, ഒരു ന്യൂ കമർ ഉണ്ട്. മുൻബെഞ്ചിലിരുന്ന് ഏതോ ഒരുത്തി വിളിച്ചു പറഞ്ഞു. തന്റെ ജീവൻ മുകളിലേക്ക് പറന്നുയരുന്നതായി ആദുവിന് തോന്നി. എന്റെ ദേവി, അവൾ അറിയാതെ തന്നെ നിലവിളിച്ചു. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗെറ്റ് ടു നോ അവർ ന്യൂ കമർ. ഹൂസ് ദ ന്യൂ കമർ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. സാർ ചോദിക്കുന്നത് കേട്ട് അത്ര നേരം പതുങ്ങിയിരുന്ന ആദു അറിയാതെ തന്നെ എഴുന്നേറ്റ് പോയി. അവളെ കണ്ടതും ആ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുന്നത് അവൾ മനസ്സിലാക്കി. ആദു അദ്ദേഹത്തെ ഒന്ന് നോക്കി. രാവിലത്തെ വൈറ്റ് ഷർട്ടൊക്കെ മാറ്റി ഒരു ലെമൺ യെല്ലോ കളർ ഷർട്ടാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം അവളെ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ആദു കണ്ണുകൾ താഴ്ത്തി കുറ്റബോധം പോണ്ടൊരു കുട്ടിയെ പോലെ നിന്നു. ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. കുറച്ചു നിമിഷത്തെ മൗനത്തിനൊടുവിൽ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് ദേഷ്യം നിയന്ത്രിച്ച ശേഷം സാർ അവളോട് പറഞ്ഞു. ആത്മിക വിശ്വനാഥൻ, കമ്മിങ് ഫ്രം വെട്ടൂർ. അവൾ കൂടുതൽ പറയും മുമ്പേ തന്നെ അറ്റൻഷൻ ബെൽ മുഴുകി. കുട്ടികൾ നിശബ്ദരായി. കുറച്ച് നിമിഷങ്ങൾക്ക് പിന്നാലെ പ്രിൻസിപ്പലിന്റെ അനൗൺസ്മെന്റ് ക്ലാസ് റൂമിലെ സ്പീക്കറെ മുഴുകി. കുട്ടികളും ടീച്ചേഴ്സും എല്ലാം വെൽക്കം പാർട്ടിക്ക് വേണ്ടി കോളേജ് ഓഡിറ്റോറിയത്തിൽ എത്തണം എന്നുള്ളതായിരുന്നു അനൗൺസ്മെന്റ്. അവളെ ഒന്നുകൂടി നോക്കി ദഹിപ്പിച്ച ശേഷം അവൻ ക്ലാസ്സിൽ നിന്നും കാറ്റിന്റെ വേഗതയിൽ ഇറങ്ങിപ്പോയി. ആ ഒരു ആശ്വാസത്തോടെ അവൾ സീറ്റിൽ തന്നെ ഒന്നിരുന്നു. ശേഷം ബോട്ടിലെ വെള്ളം മടമടാന്ന് കുടിക്കുന്ന ആദുവിനെ അക്ഷയും കാതുവും അത്ഭുതത്തോടെ നോക്കി. ആദൂസേ, നീ എന്താടി മരുഭൂമിയിലായിരുന്നോ? ഇങ്ങനെ വെള്ളം കാണാത്ത പോലെ കുടിക്കാനും? അക്കു കണ്ണുമിഴിച്ച് ചോദിച്ചു. അല്ലടി, യമപുരി. കാലന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട സമാധാനമാണ്. ആദു ഒന്ന് ദീർഘ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം എന്താന്ന് പറയടി. ഒന്നും മനസ്സിലാവാതെ കിളിപോയവൾ ടെററായി. ഓഡിറ്റോറിയത്തിലേക്ക് നടക്കും വഴി നടന്ന കാര്യങ്ങൾ ഓരോന്ന് അക്ഷയുടെയും കാതയുടെയും കണ്ണുകൾ മിഴിച്ചു. ധ്രുവിത് സാറിനെയോ? അരുതാത്തതെന്തോ സംഭവിച്ചതുപോലെ രണ്ടാളും ഉച്ചത്തിൽ ചോദിച്ചു. തുടരും. പുതിയ കഥയാണ് കല്യാണപ്പെട്ട പല്ലക്ക് രാത്രിക്ക് തരാം. പിന്നെ ഈ കഥ വായിച്ച് ഇഷ്ടമായെങ്കിലും ദേവിയുടെ സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.